ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നും ഒരു ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് ചെറിയൊരു മാറ്റമുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് അംഗനവാടിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും സുഖമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് പോയി വരാനൊക്കെ ഭയങ്കര സുഖമാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ടില്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. രാവിലെ നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ. ഉമ്മ നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞു. അനിയനാണെങ്കിലും മദ്രസിൽ പോയതാണ്. ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ ഞാനും മോനും മാത്രമേ ബാക്കിയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിട്ടോ. ഇവിടെ എത്തിയാൽ പിന്നെ ഞാൻ കിച്ചണിക്ക് അധികം ഇറങ്ങലില്ല. ഞാനിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകലാണ്. കുറച്ചധികം മടക്കി വെക്കാനുണ്ടേന് കേട്ടോ. മടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാത് സ്ഥലത്ത് കൊണ്ടുവച്ചു ഓരോന്നും. ബെഡൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് തട്ടി വിരിക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വെച്ച് എല്ലായിടത്തും ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ ഞാൻ അടിച്ചുതരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ ഈ ഫ്ലോറ് കാവിട്ടതേനു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പം വീടൊക്കെ പെയിൻ്റ് അടിച്ചപ്പം താഴെ ഭാഗം കൂടി പെയിൻ്റ് അടിച്ചതാണ്. പക്ഷെ അതൊന്ന് പാളിപ്പോയി. ഇപ്പം ഇങ്ങനെ നന്നായിട്ട് ചൊറി പിടിച്ച മാതിരിയാണ് നിൽക്കുന്നത്. കാൽമേലെല്ലാം പെയിൻറ്റൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ട് അങ്ങനെ ആകെ വൃത്തികേടായി. ഞാൻ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഉമ്മയാണ് തുടച്ചത്. പിന്നെ ഞങ്ങൾ ലഞ്ചിനുള്ളത് നോക്കാൻ നിന്നു. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടേന് ചക്ക ഉണ്ടേനു. അപ്പോൾ അതുകൊണ്ട് ചക്ക കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു. വേണമെങ്കിൽ ഇപ്പോഴും തിന്നാം, പിന്നെ ലഞ്ചിനും കൂട്ടാലോ. പിന്നെ കഷ്ണമീൻ കൊണ്ടുവന്നീനു. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. അതേപോലെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ചിനുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴാണ് അനിയന് കടയിൽ പോയാണ്ട് എന്തൊക്കെയോ വാങ്ങി വരുന്നുണ്ടത്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് കുളിക്കാൻ പോകാൻ കരുതി. അവനിങ്ങനെ ഇവിടെ കട അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയാണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങണൊരു സ്വഭാവമുണ്ട്. ഓൻ കൊണ്ടുവന്ന സിപ്പപ്പൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കുള്ള ചോറ് തിന്നാണ്. ഉച്ചക്ക് ചോറിന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി, ചക്കക്കൂട്ടാനും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടേനു. എനിക്ക് പൊതുവേ കറി കൂട്ടി ചോറ് തിന്നാൻ വലിയ ഇഷ്ടമല്ല. എനിക്ക് ഉപ്പേരി ഉണ്ടെങ്കിൽ അതാണ് ഇഷ്ടം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങി നീച്ചു. വൈകുന്നേരത്തേക്ക് പപ്സ് ഉണ്ടേനു. പിന്നെ ഞങ്ങൾ ചായക്ക് പകരം മാങ്ങ ജ്യൂസ് അടിച്ചേക്കേനു. ഇപ്പോൾ ഒരു ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ചായക്ക് വലിയൊരു മൂഡ് വരുന്നില്ല. അതാ പിന്നെ ജ്യൂസ് അടിച്ചത്. ചായ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മച്ചിൻ്റെ ചെടിയൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടിയും കാര്യങ്ങളൊക്കെ. ഐസോടെ സൈക്കിൾ ഉരുട്ടി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ ചെടിയിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ അങ്ങ് നോക്കിക്കാണ്. ഇവിടെ എൻ്റെ മേണയിലും എക്കാറുമ്പത്തെ മേണയിലൊക്കെ എവിടേക്കും പോയിട്ടുണ്ടെങ്കിൽ ഓല കണ്ണിൽ ഫസ്റ്റ് ഈ ചെടിയും പൂവൊക്കെയാണ് പെടുക. എനിക്കാണെങ്കിൽ അതൊന്നും കണ്ണിൽ പെടില്ല. ഓൽക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയതുകൊണ്ട് ഓൽക്കത് വേഗം കണ്ണ് പിടിച്ചണത്. പിന്നെ ഇത് ഇവിടെ ഉണ്ടായ വേറൊരു ചെടിയുണ്ട്, ഒരു കുഞ്ഞി കൈതച്ചക്ക. പിന്നെ ഫ്രണ്ടിൽ തന്നെ ചെടീൻ്റെ ഇടയിലായിട്ട് അനിയൻ്റെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട്. അങ്ങനെ നമ്മൾ ഈവനിങ്ങും ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ നൈറ്റ് നമുക്ക് പുളിശ്ശേരി ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ മന്തി കൊണ്ടുവന്നു. അപ്പോൾ അതേ നൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.